ഞാൻ ഡോക്ടർ MP മണി. വൈദ്യശാസ്ത്ര രംഗത്ത് ഏറ്റവും പുതിയ അറിവുകളനുസരിച്ച് ഒരുപാട് രോഗങ്ങൾ ഉണ്ടാകുന്നതിനും രോഗികളിൽ രോഗം മാറാതിരിക്കുന്നതിനും സങ്കീർണതകൾ ഉണ്ടാകുന്നതിനും ഒരു പ്രധാന കാരണമാകുന്നത് നീർക്കെട്ടാണ്. സാധാരണ തന്നെ ഈ നീർക്കെട്ടിൻ്റെ ആരംഭദശയിൽ നമുക്ക് വലിയ അറിയിപ്പുകളൊന്നും ഉണ്ടാവില്ല. ഒരു കാരണവുമില്ലാതെ ക്ഷീണം തോന്നുക, രാവിലെ എഴുന്നേൽക്കാൻ ബുദ്ധിമുട്ട് തോന്നുക, ഇങ്ങനത്തെ ചെറിയ ചെറിയ അറിയിപ്പുകളായിരിക്കും നമുക്ക് ആദ്യം ഉണ്ടാകുന്നത്. അപ്പോൾ നമ്മൾ ഇപ്പോൾ രോഗങ്ങളുടെ പേര് കേട്ടാൽ ആർത്രൈറ്റിസ്, സ്പോണ്ടിലൈറ്റിസ്, ഒരുപാട് ഐറ്റിസിലാണ് അവസാനിക്കുന്നത് കുറേ പേരുകൾ. ഐറ്റിസ് എന്ന് വെച്ചാൽ നീർക്കെട്ടാണ് എന്നർത്ഥം. ബ്രോങ്കൈറ്റിസ്, അങ്ങനെ നമ്മൾ ഒരുപാട് രോഗങ്ങളിൽ ഐറ്റിസിലാണ് അവസാനിക്കുന്നത്. ഇത് നമുക്ക് തിരിച്ചറിയാൻ കഴിയും. അതായത് രക്തപരിശോധന നടത്തിയാൽ ESRൻ്റെ നില ഉയർന്നിരിക്കും. അപ്പോൾ ESRൻ്റെ നില ഉയർന്ന് കാണുമ്പോൾ പല രോഗികൾ തന്നെ സംശയം പറയാറുണ്ട്, ഇത് ഇൻഫെക്ഷൻ കൊണ്ടല്ലേ ESR ഉയരുന്നത്. വൈദ്യശാസ്ത്രത്തിൽ പറയുന്നത് ഡിസ്ട്രക്ഷൻ ഓഫ് ദ ടിഷ്യൂസ് ആൻഡ് ആൻ ഇൻഫ്ലമേറ്ററി കണ്ടീഷൻ കോസ് ആൻ ഇൻക്രീസ് ഇൻ ദ ESR എന്നാണ്. അപ്പോൾ ശരീരത്തിൽ നീർക്കെട്ട് കൂടുമ്പോൾ, നീർക്കെട്ടിൻ്റെ നില ഉയരുമ്പോൾ കുറേ കോശങ്ങൾ നശിച്ചു പോകും. അതാണ് സത്യത്തിൽ ഈ രോഗം മാറാതിരിക്കുന്നതും കുറേ ദുരിതങ്ങൾ ഉണ്ടാകുന്നതിന് കാരണമാകുന്നത്. അപ്പോൾ ഈ നീർക്കെട്ടുണ്ടാകുമ്പോൾ കോശങ്ങൾ നശിക്കും എന്നുള്ള കാര്യം ഉറപ്പാണ്. അപ്പോൾ ചികിത്സയിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ നീർക്കെട്ട് കുറഞ്ഞാൽ മാത്രം പോരാ, ഈ കോശങ്ങൾ നശിക്കാതിരിക്കണം. നശിച്ച കോശങ്ങളുടെ സ്ഥാനത്ത് കുറച്ച് കോശങ്ങൾ പുനരുജ്ജീവിപ്പിക്കണം. ഇത് സാധ്യമാണോ അല്ലേ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായി ചികിത്സാ രംഗത്ത് ചിന്തിക്കേണ്ട വിഷയങ്ങൾ. അപ്പോൾ ജർമ്മനിയിൽ പല ഡോക്ടർമാരും നീർക്കെട്ടിനുള്ള മരുന്നുകൾ അകത്തേക്ക് കൊടുക്കാറില്ല എന്നാണ് അടുത്ത കാലത്ത് വായിച്ചത്. കാരണം നീർക്കെട്ടിനുള്ള ശക്തിയേറിയ വീര്യമേറിയ മരുന്നുകൾ കൊടുക്കുമ്പോൾ അത് ആമാശയത്തിലും കരളിലും ലിവറിലും വൃക്കകളിലൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ നമ്മുടെ ആയുർവേദത്തിൽ ഈ ചില ഔഷധയോഗങ്ങളുണ്ട്, ഈ ചില മരുന്നുകളുണ്ട് ഇത്തരത്തിലുള്ളത്. ഈ നീർക്കെട്ട് കുറയ്ക്കുന്നു എന്ന് മാത്രമല്ല, ഈ പുതിയ കോശങ്ങൾ ഉണ്ടാകാൻ അത് പ്രയോജനപ്പെടുമെന്നുള്ളതാണ്. അതിൽ പറയുന്ന പ്രധാനപ്പെട്ട ഒരു ഔഷധമാണ് അമുക്കുരം, അശ്വത്ഥ. സംസ്കൃതത്തിൽ അശ്വത്ഥ എന്നാണ് പറയുന്നത്. നമ്മൾ അശ്വത്ഥാദിച്ചുകൊണ്ടും അശ്വത്ഥാരിഷ്ടം എന്നൊക്കെ പറയുന്നതിൽ പ്രധാന ഘടകം അമുക്കുരമാണ്. ഞാനത് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കാനിടയായത് കോട്ടയം മെഡിക്കൽ കോളേജിൻ്റെ വൈസ് പ്രിൻസിപ്പലും ക്യാൻസർ ചികിത്സാ വിദഗ്ധനുമായിരുന്ന ഡോക്ടർ CP മാത്യു സാറ്. അദ്ദേഹത്തിൻ്റെ അടുത്ത് വരുന്ന എല്ലാ ക്യാൻസർ രോഗികൾക്കും അമുക്കുരം പൊടിച്ചു കൊടുക്കുമായിരുന്നു, അശ്വത്ഥാദിച്ചുകൊണ്ട് കൊടുക്കുമായിരുന്നു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇത് വളരെ ഫലപ്രദമാണ്, ഈ കാര്യത്തിൽ അങ്ങനെയാണ് കാണുന്നത്, അടുത്ത രക്തപരിശോധനയിൽ ഇത് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ടെന്ന്. അപ്പോൾ ആയുർവേദത്തിൽ ഇത്തരം ഒരുപാട് മരുന്നുകളുണ്ട്. അപ്പോൾ ഇത് അമുക്കുരമാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത്. അത് ഈ ഓർമ്മക്കുറവ് പോലും പരിഹരിക്കാൻ വളരെയേറെ സഹായകമാണെന്ന് ഏറെക്കുറെ മനസ്സിലായിട്ടുണ്ട്, പരീക്ഷണസ്ഥിതമായി തന്നെ മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ നമ്മളൊരു ചികിത്സ എന്ന് പറയുമ്പോൾ അതുകൊണ്ടാണ് ഈ രോഗത്തെ കേന്ദ്രീകരിച്ച് ചികിത്സിക്കരുത്, രോഗിക്കായിരിക്കണം ചികിത്സ എന്ന് പറയുന്നത്. അപ്പോൾ രോഗിക്ക് എന്ന് പറയുമ്പോൾ ആ ശരീരത്തിൽ ഒരു രസതന്ത്രമുണ്ട്. ആ രസതന്ത്രം നമ്മൾ രക്തപരിശോധനയിലൂടെ കൃത്യമായി മനസ്സിലാക്കാൻ കഴിയും ഒന്ന പ്രശ്നങ്ങൾ. അപ്പം ഇങ്ങനെ ഈ ശാസ്ത്രീയമായി കൃത്യമായ ആയുർവേദ മരുന്നുകൾ ഉപയോഗിച്ച് ചികിത്സിച്ചാൽ രക്തപരിശോധനയിൽ ESR കുറയുന്നത് കാണാറുണ്ട്. അതാണ് യാഥാർത്ഥ്യം.